തോക്കുപിടിച്ച് നടക്കുന്ന നക്സലുകളെ വെടിവെച്ച് വീഴ്ത്തുന്നത് എളുപ്പമാണ്. പക്ഷേ സ്വന്തം AC മുറികളിലിരുന്ന് കുബുദ്ധി കൊണ്ട് രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ദിമാഗി നക്സലുകളെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞപ്പോൾ രാജ്യത്തെ പല സാംസ്കാരിക നായകന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സമനിലയാണ് തെറ്റിയിരിക്കുന്നത്. ചെങ്കോട്ടയിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി ഉപയോഗിച്ച ഈ ഒരൊറ്റ പദപ്രയോഗം ദിമാഗി നക്സൽ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലും ദേശീയ തലത്തിലും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ദിമാഗി നക്സൽ? ഇത് മോദി വെറുതെ ഉണ്ടാക്കിയൊരു വാക്കല്ല. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആഭ്യന്തര ശത്രുവിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന വാക്കാണ്. ഇതുവരെ നമ്മൾ കണ്ട നക്സൽ കാട്ടിൽ തോക്കുമായി നടക്കുന്നവനായിരുന്നു. എന്നാൽ ഇന്നത്തെ നക്സൽ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ന്യൂസ് പരത്തുന്നവനാണ്. നിഷ്കളങ്കരായ മനുഷ്യരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്നവനാണ്. പ്രത്യേക അജണ്ടയുമായി വന്ന് രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവനാണ്. ഇവരുടെ തലയിലാണ് യഥാർത്ഥ വിഷമുള്ളത്. കാട്ടിലെ തൂക്കുധാരികളെ കർശന നടപടികളിലൂടെ നമ്മുടെ ധീരരായ CRPF ജവാന്മാരുടെ ചോരയും വിയർപ്പും കൊണ്ട് നമ്മൾ ഒതുക്കി. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും നക്സൽ മേഖലകൾ ഇന്ന് 90% ഇല്ലാതായി. അമിത്ഷാ കൊണ്ടുവന്ന ശക്തമായ നയത്തിന്റെ ഫലമായി നക്സലിസം അവസാന ഘട്ടത്തിലാണ്. പക്ഷേ തോക്ക് താഴെ വെച്ച് പേനയും മൈക്കുമെടുത്ത് ഡൽഹിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും JNUവിലെ ഹോസ്റ്റലുകളിലും സുപ്രീം കോടതിയുടെ വരാന്തകളിലും മാധ്യമങ്ങളുടെ ന്യൂസ് റൂമുകളിലും സാംസ്കാരിക ലോകത്തുമൊക്കെ മാവോയിസ്റ്റ് ആശയങ്ങൾ കുത്തിനിറച്ച് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിജീവി വേഷധാരികളെയാണ് അദ്ദേഹം ഈ വാക്കിലൂടെ തുറന്നു കാട്ടിയത്. ഇത്തരം നക്സലുകളുടെ കയ്യിൽ തോക്കോ ആയുധങ്ങളോ ഉണ്ടാകില്ല. പകരം അവരുടെ ആയുധം അവരുടെ കുടില ബുദ്ധിയും പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമാണ്. പല ഉദ്യോഗസ്ഥർക്കിടയിലും വിദ്യാഭ്യാസ സിലബസ് തീരുമാനിക്കുന്ന കമ്മിറ്റികളിലും പാഠ്യേതര സമിതികളിലും സാംസ്കാരിക വേദികളിലുമെല്ലാം ഇവർ പതുക്കെ നുഴഞ്ഞുകയറി രാജ്യത്തിന്റെ പുരോഗതിക്ക് തുരങ്കം വെക്കുകയാണ്. ഇവർ പുറമേ മാന്യന്മാരായിരിക്കാം, പക്ഷേ അകമേ രാജ്യദ്രോഹികളാണ്. ഇവരുടെ രീതി വളരെ വ്യക്തമാണ്. ഏതൊരു വിഷയത്തിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കാനും കലാപങ്ങളും സമരങ്ങളും ഉണ്ടാക്കി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനും ഈ ബുദ്ധിജീവി നക്സലുകൾ എപ്പോഴും തയ്യാറാണ്. പൗരത്വ നിയമത്തിനെതിരെ ഡൽഹിയിൽ കലാപമുണ്ടാക്കിയതും ഷഹീൻ ബാഗ് മോഡൽ സമരം ഉണ്ടാക്കിയതും കർഷക സമരത്തിന്റെ പേരിൽ ചെങ്കോട്ടയിൽ ഖലിസ്ഥാൻ കൊടികെട്ടാൻ ശ്രമിച്ചതും അഗ്നിപത് പദ്ധതിയെ തെറ്റിദ്ധരിപ്പിച്ച് യുവാക്കളെ തെരുവിലിറക്കിയതുമൊക്കെ ഇതേ ഗ്യാങ്ങിന്റെ ബുദ്ധിയാണ്. രാജ്യത്ത് എന്ത് നല്ല കാര്യം വന്നാലും അതിനെ എതിർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ഒരേയൊരു അജണ്ട. വികസനം വന്നാൽ എതിർക്കും, സൈന്യം ശക്തമായാലും എതിർക്കും. ഡൽഹി സമരകാലത്തും മറ്റു പല വിവാദ വിഷയങ്ങളിലും അവാർഡുകൾ തിരിച്ചു നൽകി നാടകം കളിച്ച സാംസ്കാരിക നായകന്മാരെയും സെലിബ്രിറ്റികളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവാർഡ് വാപ്പസി ഗ്യാങ്, അതായത് രാഷ്ട്രപതി ഭവനിൽ പോയി വലിയ ട്രോഫികളൊക്കെ വാങ്ങി ഫോട്ടോ എടുത്ത് പത്രങ്ങളിൽ വാർത്തയും കൊടുത്ത് വലിയവരാണെന്ന് നടിക്കുന്ന ഇവർ ഈ അവാർഡിനൊപ്പം കിട്ടിയ 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് തിരിച്ചു നൽകാൻ മാത്രം തയ്യാറായില്ല എന്ന സത്യം എത്ര പേർക്കറിയാം? അവാർഡ് തിരിച്ചു കൊടുത്തു, പക്ഷേ പണം പോക്കറ്റിൽ തന്നെ. ഇതാണ് ഇവരുടെ സത്യസന്ധത. ഇതേ ആളുകൾ തന്നെയാണ് ഇന്ന് മോദിയെ ധാർഷ്ട്യം പഠിപ്പിക്കാൻ വരുന്നത്. ഇവരെ ജനം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. മോദി ഇതുപോലുള്ള കൃത്യമായ പേരുകളിട്ട് വിളിക്കുമ്പോഴാണ് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്നത്. ഇതിനു മുൻപ് ആന്തോളൻ ജീവി എന്നും ഗാൻ മാർക്കറ്റ് ഗ്യാങ് എന്നും തുക്കുടെ തുക്കുടെ ഗ്യാങ് എന്നുമൊക്കെ അദ്ദേഹം വിളിച്ചപ്പോൾ അന്ന് അസ്വസ്ഥരായ അതേ കൂട്ടം തന്നെയാണ് ഇന്നും ദിമാഗി നക്സൽ എന്ന വാക്ക് കേട്ട് അലറിക്കരയുന്നത്. സമരം മാത്രം തൊഴിലായി കൊണ്ടു നടക്കുന്ന, രാവിലെ എഴുന്നേറ്റാൽ ഏത് വിഷയത്തിൽ സമരം ചെയ്യണമെന്ന് ആലോചിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് ആന്തോളൻ ജീവി എന്ന് വിളിച്ചത്. ഗാൻ മാർക്കറ്റ് ഗ്യാങ് എന്നത് ഡൽഹിയിലെ AC മുറികളിലിരുന്ന് വിദേശ മദ്യവും കഴിച്ച് രാജ്യത്തെ മുസ്ലിം പ്രീണനം മാത്രം തൊഴിലാക്കിയ സർക്കാരിനെ എങ്ങനെ താഴെയിറക്കാമെന്ന് ഗൂഢാലോചന നടത്തുന്ന ഉന്നത ലോബികളെയാണ് സൂചിപ്പിച്ചത്. തുക്കടെ തുക്കടെ ഗ്യാങ് എന്നത് ഭാരത് തേരെ ടുക്കടെ ഹോങ്കെ എന്ന് JNUവിൽ മുദ്രാവാക്യം വിളിച്ച രാജ്യദ്രോഹികളെ തന്നെയാണ്. ഇവരെല്ലാം ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇന്ന് ആ പട്ടികയിലേക്ക് പുതിയൊരു പേരുകൂടി വരുന്നു, ദിമാഗി നക്സൽ. കേരളത്തിൽ നോക്കിയാൽ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചില സാംസ്കാരിക നായികമാരുടെ പ്രസ്താവനകൾ. രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ളവരുടെ മുഖം മൂടിയാണ് ഇതിലൂടെ അഴിഞ്ഞു വീഴുന്നത്. രാജ്യത്തിന്റെ സംസ്കാരത്തെയും വിശ്വാസത്തെയും നിരന്തരം പരിഹസിക്കുക, ഹിന്ദു വിരുദ്ധത പറയുന്നത് മാത്രം പുരോഗമനമായി ചിത്രീകരിക്കുക, ശബരിമലയെ അപമാനിക്കുക
ഇതാണ് ഇവരുടെ രീതി. ഹിന്ദു ആചാരങ്ങളെ കളിയാക്കിയാൽ മാത്രമേ താനൊരു മോഡേൺ ആകൂ എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ഇതുപോലെ തന്നെയാണ് ഇന്ന് രാജ്ദീപ് സർദേശായിമാരെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ മോദിയുടെ ഈ പ്രയോഗത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മോദി തന്റെ പ്രസംഗത്തിൽ ദിമാഗി നക്സൽ എന്ന വാക്ക് പലതവണ ആവർത്തിച്ചുവെന്ന് കുറ്റപ്പെടുത്തി കരയുന്ന രാജ്ദീപ് സർദേശായിമാരും യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽ പെടുന്നവരാണോ എന്ന് സംശയിച്ചു പോയാൽ തെറ്റ് പറയാൻ പറ്റില്ല. എന്തിനാണ് ഇവർക്ക് ഇത്രയും പൊള്ളുന്നത്? കേരളത്തിലേക്ക് വന്നാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പണ്ട് MA ബേബിയൊക്കെ LKG UKG പിള്ളേരുടെ മുന്നിൽ പോയിരുന്ന് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയും ബുദ്ധിജീവി വർത്തമാനങ്ങളും പറഞ്ഞ് കുട്ടികളെ പോലും കരയിപ്പിച്ച ചരിത്രമുള്ള നാടാണിത്. സ്കൂൾ കുട്ടികളുടെ സിലബസിൽ പോലും ഇവർ തങ്ങളുടെ വിഷം കലർത്തി. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഛത്രപതി ശിവാജിയെയും മഹാറാണ പ്രതാപിനെയും വെട്ടിമാറ്റി ഔറംഗസേബിനെ മഹാനാക്കിയതും ഇതേ ദിമാഗി നക്സലുകളാണ്. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ രാജ്യത്തോട് വെറുപ്പുണ്ടാക്കലാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ബുദ്ധിജീവികളുടെ പട്ടികയിൽ സ്ഥാനമുറപ്പിച്ച പലരും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് വേഷം കെട്ടി നടക്കുകയും യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇവർ വലിയ രീതിയിൽ മുതലക്കണ്ണീരൊഴുക്കിയത് നമ്മൾ കണ്ടിരുന്നു. ഭീമ കൊറോഗവ് കേസിൽ അറസ്റ്റിലായവർക്ക് വേണ്ടി, രാജ്യത്ത് അശാന്തി പരത്താൻ നോക്കുന്നവർക്ക് വേണ്ടി ലേഖനം എഴുതാൻ ഇവർക്കൊരു മടിയുമില്ല. വിദേശ ഫണ്ടുകളും NGO പണവും ജോർജ് സോറോസിന്റെ പണവും വാങ്ങി രാജ്യത്ത് അശാന്തി പരത്താൻ നോക്കുന്ന ഇത്തരം ശക്തികളെ വെള്ളപൂശാനും സമൂഹത്തിൽ അവരെ വലിയ മാന്യന്മാരായി ചിത്രീകരിക്കാനും ഈ ദിമാഗി നക്സലുകൾ എപ്പോഴും മുന്നിലുണ്ട്. ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ സത്യം കൃത്യമായി പുറത്തു വരും. സോഷ്യൽ മീഡിയയിലൂടെയും സാംസ്കാരിക വേദികളിലൂടെയും ഇവർ നടത്തുന്ന വിഷപ്രചാരണങ്ങൾ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമാക്കിയുള്ളതാണ്. രാജ്യത്തിന്റെ നയങ്ങളെയും പൊതു ചർച്ചകളെയും വഴിതിരിച്ചു വിടാനും ദേശീയ താല്പര്യങ്ങളെ തകർക്കാനും നടക്കുന്ന ഈ ബുദ്ധിജീവി മാഫിയക്കെതിരെ ശക്തമായ ജാഗ്രത പുലർത്തേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ്. ഇവരെ വിശ്വസിക്കരുത്. ഇവരുടെ അജണ്ട നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. മോദി ഈ മുന്നറിയിപ്പ് നൽകിയത് വെറുതെയല്ല. തോക്ക് പിടിച്ച ശത്രുവിനേക്കാൾ ഭയാനകമാണ് നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ പതുങ്ങിയിരുന്ന് രാജ്യത്തെ അട്ടിമറിക്കാൻ നോക്കുന്ന ഇത്തരം ദിമാഗി നക്സലുകൾ. ഇവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യം സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഈ ആഭ്യന്തര ശത്രുക്കളെ തോൽപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഓരോ ദേശസ്നേഹിയും ഉണരണം. അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ്? രാജ്യത്തിനൊപ്പമോ അതോ ഈ ദിമാഗി നക്സലുകൾക്കൊപ്പമോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു രാഷ്ട്രീയ ചർച്ചയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.